ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ നമ്മൾ പി എസ് സിയെ പറ്റി പറയുമ്പോൾ പല കാര്യങ്ങളിലും ആക്ഷേപമുള്ള ഒരു കാര്യമാണ്. അതായത് പല പോസ്റ്റുകളിലേക്കുള്ള നിയമന ശുപാർശ പോയിട്ടും എന്താണ് അവിടെ നിയമനം നടക്കുന്നില്ല, അവിടെ അപ്പോയിന്റ്മെന്റ് എന്നുള്ള പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആകുന്നില്ല. അത് പലപ്പോഴും കോടതിയുമായി ബന്ധപ്പെട്ടുള്ള നൂലാമാലകളിൽ പെട്ടുകിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് എന്തിനു സംഭവിച്ചത്? കേരള ബാങ്കിലെ ക്ലർക്ക് കം കാഷ്യർ എന്നുള്ള ആ പോസ്റ്റിനും സംഭവിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം 409 പേർക്കാണ് അവിടെ എന്തുള്ളത്, അഡ്വൈസ് പോയിട്ടുള്ളത്. പക്ഷെ ഈ അഡ്വൈസ് പോയിട്ടുള്ള എല്ലാവർക്കും എന്ത് കിട്ടിയിട്ടില്ല, അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടെന്നാലും ഇത് ചോദിക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റില് അതായത് 95ഓളം വേക്കൻസികൾ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതും ഇതും തമ്മിലൊരു ക്ലാഷ് നടന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത്, അവിടെ നിയമനം നടക്കാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് അഡ്വൈസ് പോയിട്ടുണ്ട്, പക്ഷെ എന്തായിട്ടില്ല, ജോലി ആയിട്ടില്ല എന്നുള്ള ആ ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരള ബാങ്കിനെ സംബന്ധിച്ചോളം PSC ആദ്യമായിട്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരീക്ഷ നടത്തുന്നതിന് മുമ്പ് അത് സംസ്ഥാന സഹകരണ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് ബോർഡായിരുന്നു ഈ ഒരു പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് കേരള ബാങ്ക് ആയി മാറിയ ശേഷം PSC വഴി ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലർക്ക് കാഷ്യർ നിയമനത്തിന് നടപടി തുടങ്ങിയത്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു നൂലാമാലയിൽ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഒരാളെ പോലും ചുമ്മാ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നവരല്ല. അവർ വ്യക്തമായിട്ട് പഠിച്ച് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് എത്തിയവരാണ്. ഒരിക്കലും ഒരു ആകാശത്തു നിന്ന് ഒരു കല്ല് വീഴുന്ന പോലെയല്ല ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരാൾ ഉൾപ്പെടുന്നത്. അവനെ സംബന്ധിച്ചോളം ഒത്തിരി കഥകൾ അവിടെ പറയാനുണ്ടായിരിക്കും. അവന്റെ വിയർപ്പിന്റെ കഥയും അതോടൊപ്പം അവന്റെ കണ്ണീരിന്റെ കഥയെല്ലാം പറഞ്ഞ ശേഷമാണ് ഒരാൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നമ്മളെ സംബന്ധിച്ചോളം ഇന്നത്തെ ഒരു റാങ്ക് ലിസ്റ്റ് ഇങ്ങനെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം ഇനി അവസരങ്ങൾ എന്ന് പറയുന്നത് ഇഷ്ടം പോലെയുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരാളുടെ ഒരു ഉദ്യോഗാർത്ഥികളുടെ സ്പിരിറ്റ് എന്നുള്ളത് അവസാനിക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇനിയുള്ള പരീക്ഷകൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കണം. കാരണം ഇവിടെ നമ്മൾ കാര്യമായിട്ട് തന്നെ എഫർട്ട് അവിടെ ഇട്ടിട്ടുണ്ട്, അവിടെ കാര്യമായിട്ട് തന്നെ നമ്മുടെ അധ്വാനം നമ്മൾ ചെലുത്തിയിട്ടുണ്ട്. അതിന്റെ ഫ്രൂട്ട് ഒരുപക്ഷെ ലഭിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഒരു പരീക്ഷയെ സംബന്ധിച്ചുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ഇതെന്നുള്ളത് അന്തിമമായിട്ടുള്ള ഒരു വിധിയൊന്നും അല്ല. ഈ ലിസ്റ്റ് ഇനി മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒരിക്കലും അന്തിമമായിട്ടല്ല പറയുന്നത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ശുഭാപ്തി വിശ്വാസം നമ്മൾ പിന്തുടരണം. ഇനി ഈ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാളെയും പരീക്ഷകളുണ്ട്. ഇതുകൊണ്ട് നമ്മൾ നിർത്തരുത്. പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മുടെ CSEB പരീക്ഷകളൊക്കെ ഇനിയും വന്നുകൊണ്ട് തന്നെ ആയിരിക്കും. 3 മാസത്തെയും അതോടൊപ്പം തന്നെ 6 മാസത്തെയും ഉള്ള കോഴ്സുകൾ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരള PSCയിൽ നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ CSEB നമുക്ക് ജോലി നൽകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സുകളെ പറ്റി അറിയാനും അതോടൊപ്പം തന്നെ നമ്മുടെ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് 8921440580 എന്നുള്ള ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം അതിപ്പോൾ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ആയാലും CSEB പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ആയാലും അവന്റെ പോരാട്ടം എന്നുള്ളത് ജോലി കിട്ടി ആദ്യത്തെ ആ സൈൻ ഇടുന്നവരെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് എല്ലാവരും മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.